എന്നാ നീ കല്യാണം കഴിക്കണ്ടേ ബി, നിനക്ക് കെട്ടാൻ തോന്നുവാണേൽ കെട്ട് എന്ന് പറഞ്ഞ് മീനു എഴുന്നേൽക്കാൻ നോക്കിയതാണ്. പക്ഷേ അടുത്ത നിമിഷം അവൾ അവിടെ ഇരുന്ന് പോയി. ഇച്ചേ, മീനു സ്റ്റാലിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു തളർച്ചയോടെ വിളിച്ചു. മീനു, എന്തു പറ്റി? സ്റ്റാലിൻ ചോദിച്ചതും മീനു ബോധം മറിഞ്ഞുകൊണ്ട് സ്റ്റാലിൻ്റെ നെഞ്ചിലേക്ക് വീണു. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. സ്റ്റാലിൻ ആ ഒരു നിമിഷം മരവിച്ചിരുന്നു പോയി. മീനു, ധ്രുവൻ മീനുവിൻ്റെ കവളിൽ തട്ടി വിളിച്ചു. മീനുമോളെ ഡി, ദേവു വിളിച്ചു. മീനു പൊന്നെ, മീനൂട്ടി. സ്റ്റാലിൻ്റെ കണ്ണു നിറഞ്ഞു. രാവിലെ മുതൽ മീനുവിനൊരു ക്ഷീണം ഉണ്ടായിരുന്നതാ, ഞാനത് അവളോട് ചോദിച്ചിരുന്നു. വേദ പറഞ്ഞു. സ്റ്റാലിൻ, നീ മോളെ എടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം, വാ. ആദി പറഞ്ഞു. ഞാനും വരാം. വേദമോളെ, നീ കൂടെ വാ. ആകാശേ, നീ ഇവിടെ നിൽക്കുക കേട്ടോ, ധ്രുവ് പറഞ്ഞു. ആടാ, നിങ്ങൾ പോയിട്ട് വാ, ആകാശ് പറഞ്ഞു. അതോടെ സ്റ്റാലിനും ധ്രുവനും വേദയും മീനുവിനെയായി കാറിലേക്ക് കയറി. ആദ്യ വണ്ടിയെടുത്തു ആശുപത്രി ലക്ഷ്യമാക്കി സ്പീഡിൽ പാഞ്ഞു. എന്നാലും എന്ത് പറ്റി മീനുവിന്? ദേവു ചോദിച്ചു. അത് BP കുറഞ്ഞതാവും. അന്ന് ഇതുപോലെ ഈ മീനു ബോധം മറിഞ്ഞ് വീണിട്ടുണ്ട്, വിന്ദ പറഞ്ഞു. അങ്ങനെയല്ലേ ഇവൾ സ്റ്റാലിൻ്റെ കയ്യിൽ ചെന്ന് പെട്ടെ. ഇതും അതുപോലെ BP ലോ ആയതായിരിക്കും. പാവം സ്റ്റാലിൻ കുറച്ചു നേരത്തേക്ക് മരവിച്ചിരുന്നു. ആ ഇരിപ്പ് കണ്ടോ, ആകാശ് പറഞ്ഞു. ഞാൻ കണ്ടു, ചാച്ചൻ്റെ ലോകം തന്നെ മീനുവാ. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പറ്റിയ വിഷമമില്ലാതെ ഇരിക്കോ, ദേവു പറഞ്ഞു. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇങ്ങ് വരും, മൗനി പറഞ്ഞു. അല്ല പിന്നെ, ആ പോയ ആൾ 1.5 മുതലാണ്, അത് ഇങ്ങ് വരും, അജു പറഞ്ഞു. മീനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള വാർഡിലേക്ക് കയറ്റി. സ്റ്റാലിൻ വരാന്തയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മനസമാധാനമില്ലാതെ നടന്നു. ആദിയുടെയും ധ്രുവൻ്റെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. അവരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. 3 പേരിൽ ആരെ ആശ്വസിപ്പിക്കണം എന്നൊരു പിടിയും കിട്ടാതെ വേദ നിന്ന് കുഴഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞതും ഒരു നേഴ്സ് സ്റ്റാലിൻ നിന്ന് അവിടെ വന്ന് നിന്നുകൊണ്ട് സ്റ്റാലിനെ നോക്കി. മീനാക്ഷിയുടെ ഭർത്താവ് ആരാണ്? സിസ്റ്റർ ചോദിച്ചു. ഞാനാ. എന്താ സിസ്റ്റർ? സ്റ്റാലിൻ ചോദിച്ചു. തന്നെ ഡോക്ടർ വിളിക്കുന്നുണ്ട്, ക്യാബിനിലേക്ക് ചെല്ല് വേഗം. സിസ്റ്റർ അതും പറഞ്ഞു പോയി. സ്റ്റാലി, നീ പോയി വാ, ധ്രുവൻ പറഞ്ഞു. നീ ചെല്ല്, ടെൻഷൻ ആവണ്ട, ആദി പറഞ്ഞു. വേഗം ചെല്ല് ചാച്ച, വേദയും പറഞ്ഞു. അതോടെ സ്റ്റാലിൻ കണ്ണു തുടച്ചുകൊണ്ട് ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറി. അവിടെ എന്തോ ടെസ്റ്റ് റിപ്പോർട്ട് നോക്കിക്കൊണ്ട് ഒരു ലേഡി ഡോക്ടർ ഇരിപ്പുണ്ടായിരുന്നു. ആ, മീനാക്ഷിയുടെ ഭർത്താവല്ലേ? ഡോക്ടർ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. അതെ, സ്റ്റാലിൻ പറഞ്ഞു. പേരെന്താണ്? ഡോക്ടർ ചോദിച്ചു. സ്റ്റാലിൻ ഡേവിഡ്, സ്റ്റാലിൻ പറഞ്ഞു. ഓക്കെ സ്റ്റാലിൻ, ഇരിക്കെ, ഡോക്ടർ പറഞ്ഞു. മാം, മീനുവിന് എങ്ങനെയുണ്ട്? അവൾ ഓക്കെ ആണല്ലോ. എന്താ പറ്റിയത്? സ്റ്റാലിൻ ഇരുന്നു കൊണ്ട് ചോദിച്ചു. സ്റ്റാലിൻ, ആർ യു ടെൻസ്ഡ്? മീനു ഇന്ന് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല, അതിൻ്റെ ക്ഷീണമാണ്. പിന്നെ ഇനി അങ്ങോട്ട് മീനുവിന് നല്ല കെയർ കൊടുക്കണം, ബിക്കോസ് ഷീ ഈസ് പ്രഗ്നൻറ്റ്, ഡോക്ടർ പറഞ്ഞു. വാട്ട്? സ്റ്റാലിനോടെ ഒരു ഞെട്ടൽ കടന്നുപോയി. അതെ, മീനാക്ഷി ഗർഭിണിയാണ്, അതിൻ്റെ ക്ഷീണമാണ് ഈ തലകറക്കത്തിൻ്റെ കാരണം, ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ കാര്യം സത്യമാണോ? സ്റ്റാലിൻ ചോദിച്ചു. അതെ സ്റ്റാലിൻ, ഇത് ടെസ്റ്റ് റിപ്പോർട്ട്. അടുത്ത 1 മാസമാവുമ്പോൾ നമുക്ക് സ്കാനിങ് നടത്താം, ഡോക്ടർ ഒരു ചിരിയോടെ പറഞ്ഞു. ടെസ്റ്റ് റിപ്പോർട്ടും വാങ്ങി ഡോക്ടറോട് നന്ദി പറഞ്ഞ് ആ ക്യാബിനിൽ വിട്ടിറങ്ങുമ്പോൾ സ്റ്റാലിൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു. സ്റ്റാലിൻ ക്യാബിനിൻ്റെ പുറത്തേക്ക് വന്നതും ധ്രുവനും ആദിയും വേദയും അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു സ്റ്റാലി? ധ്രുവൻ ചോദിച്ചു. എന്താടാ ഡോക്ടർ പറഞ്ഞേ? മീനു ഓക്കെ അല്ലേ? വേറെ കുഴപ്പമില്ലല്ലോ, ആദി ചോദിച്ചു. ഇതെന്താ കയ്യിൽ? ടെസ്റ്റ് റിപ്പോർട്ടാണോ? നോക്കട്ടെ, താ, എന്തുവാന്ന്? വേദ സ്റ്റാലിൻ്റെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങി നോക്കി. സ്റ്റാലിൻ ഒന്നും മിണ്ടാത്തത് കൊണ്ട് തന്നെ ധ്രുവനും ആദിയും വേദയെ നോക്കി. റിപ്പോർട്ട് വായിച്ച വേദയുടെ കണ്ണ് വിടരുന്നതും പുഞ്ചിരി വിരിയുന്നതും ധ്രുവനും ആദിയും കണ്ടു. ചേട്ടാ, നമ്മുടെ മീനു അമ്മ ആവാൻ പോവാ, ചാച്ചൻ ഒരു അച്ഛനും, നമ്മളൊക്കെ മാമനും അമ്മായിയും ആവാൻ പോവാ. മീനു ഗർഭിണിയാണ്, വേദ പറഞ്ഞു. ഒരു നിമിഷം ധ്രുവനും ആദിയും ഞെട്ടി. വേദ ധ്രുവനെയും ആദിയെയും കെട്ടിപ്പിടിച്ചു. സ്റ്റാലിൻ മോനെ, നീ അച്ഛനാവാൻ പോവാടാ. ധ്രുവ് സ്റ്റാലിൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. എടാ, ഞാനും ഇവനും പിന്നെ ആകാശത്തേണ്ടിയും മാമന്മാർ ആവാൻ പോവാടാ, ആദി പറഞ്ഞു. സ്റ്റാലിൻ ആദിയെയും ധ്രുവനെയും ചേർത്ത് പിടിച്ചു. ധ്രുവും ആദിയും വേദയെ ചേർത്ത് പിടിച്ചു. സ്റ്റാലിൻ, മീനാക്ഷിയെ കയറി കണ്ടോളൂ, ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞു. ഞാൻ കാണട്ടെ എൻ്റെ കൊച്ചിനെ, സ്റ്റാലിൻ പറഞ്ഞു. നീ ചെല്ല്, ഞങ്ങൾ കഴിക്കാൻ വാങ്ങി കൊണ്ടുവരാം, നീ പൊക്കോ, ധ്രുവ് പറഞ്ഞു. അതോടെ സ്റ്റാലിൻ മീനുവിനെ കാണാൻ വേണ്ടി അവളെ മാറ്റിയിരിക്കുന്ന റൂമിലേക്ക് വേഗത്തിൽ ചെന്നു. സ്റ്റാലിൻ ചെല്ലുമ്പോൾ മീനു അവിടെ കട്ടിലിൽ എഴുന്നേറ്റ് ഇരിപ്പുണ്ടായിരുന്നു. മീനുവിനെ ഒന്ന് നോക്കി. സ്റ്റാലിന് ആ വാതിൽ ചാരിയിട്ട് മീനുവിൻ്റെ അടുത്ത് വന്നിരുന്നു. ഇച്ചേ, ഞാൻ അന്ന് ഇച്ചയെ ആദ്യമായി കണ്ടപ്പോൾ ഉണ്ടായ പോലെ ഒന്ന് BP ലോ ആയതാ, മീനു പറഞ്ഞു. മീനൂട്ടി, സ്റ്റാലിൻ മീനുവിനെ കെട്ടിപ്പിടിച്ചു. ഇച്ചേ, എനിക്ക് ഒന്നുമില്ല,
എൻ്റെ ഇച്ച പേടിച്ചു പോയോ? എനിക്കൊന്നുമില്ല, മീനു പറഞ്ഞു. സ്റ്റാലിൻ മീനുവിൻ്റെ മുഖം കയ്യിലെടുത്ത് അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു. മീനു ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ സ്റ്റാലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇതെല്ലാം സ്വീകരിച്ചു. മീനു കൊച്ചേ, സ്റ്റാലിൻ മെല്ലെ വിളിച്ചു. എന്തോ ഇച്ചേ? മീനു മെല്ലെ വിളി കേട്ടു. എൻ്റെ മീനു, നീ അമ്മയാവാൻ പോവാ, ഞാൻ അച്ഛനും, നമുക്ക് കുഞ്ഞാവുണ്ടാവാൻ പോവാ, സ്റ്റാലിൻ പറഞ്ഞു. മീനു ഒന്ന് ഞെട്ടി. അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മീനു സ്റ്റാലിനെ കെട്ടിപ്പിടിച്ചു. സത്യാണോ ഇച്ചേ? മീനു ചോദിച്ചു. അതേടാ പൊന്നെ, സ്റ്റാലിൻ മീനുവിൻ്റെ കഴുത്തിൽ മുഖമമർത്തിക്കൊണ്ട് പറഞ്ഞു. മീനുവിൻ്റെ മുഖത്ത് ഒരു കുഞ്ഞു പുഞ്ചിരി വിടർന്നു. മീനു സ്റ്റാലിൻ്റെ മുഖം അവളുടെ കയ്യിലെടുത്തു. ഇച്ചേ, ഇച്ചയ്ക്ക് നാണമുണ്ടോ? മീനു ചോദിച്ചു. അതെന്തിനാ മീനു? സ്റ്റാലിൻ ചോദിച്ചു. ഇത്രയും പെട്ടെന്ന് എനിക്ക് വാവയെ തന്നില്ലേ? കല്യാണം കഴിഞ്ഞ് 1 വർഷം പോലും ആയില്ല, മീനു പറഞ്ഞു. മീനു, നീയല്ലേ എന്നെ വഴിതെറ്റിക്കുന്നേ? നിൻ്റെ ഈ കണ്ണും മൂക്കും ചുണ്ടും ഈ കഴുത്തും ബാക്കി പറയുന്നതിന് മുന്നേ മീനു സ്റ്റാലിൻ്റെ ചുണ്ടിലായി അമർത്തി ചുംബിച്ചു. സ്റ്റാലിൻ മീനുവിൻ്റെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്ത് മെല്ലെ നുണഞ്ഞെടുത്തു. മീനു സ്റ്റാലിൻ്റെ പുറത്ത് അമർത്തി പിടിച്ചുകൊണ്ട് ഒരു നിമിഷം അങ്ങനെ ഇരുന്നു പോയി. മീനു, സ്റ്റാലിൻ മെല്ലെ വിളിച്ചു. ഇച്ചേ, മീനു മെല്ലെ വിളി കേട്ടു. ഇനി എനിക്ക് വഴി തെറ്റാൻ പറ്റില്ലല്ലോ, സ്റ്റാലിൻ പറഞ്ഞു. അച്ചോടാ, മീനു സ്റ്റാലിൻ്റെ കവളിൽ അമർത്തി പിടിച്ചു. പക്ഷേ സാരമില്ലാട്ടോ, എനിക്ക് നമ്മുടെ കുഞ്ഞാവേനെ കാണണം, മീനുവിൻ്റെ വയറിൽ കൈവച്ച് സ്റ്റാലിൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇതേ നമ്മുടെ വാവയാ, നമുക്ക് കാണാട്ടോ വാവേ, നീ ഇങ്ങ് പെട്ടെന്ന് വരണേ, മീനു പറഞ്ഞു. അയ്യോ, പെട്ടെന്നൊന്നും വരണ്ട വാവേ, അച്ഛൻ്റെ കുഞ്ഞ് സമയമെടുത്ത് വന്നാൽ മതി, സ്റ്റാലിൻ പറഞ്ഞു. പക്ഷേ ഇച്ച എൻ്റെ മാത്ര, മീനു അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു കുറുമ്പോടെ പറഞ്ഞു. പിന്നല്ലാതെ, നീയല്ലേ മീനു എൻ്റെ കുഞ്ഞാവ, എൻ്റെ പൊന്നല്ലേ മീനു നീ, സ്റ്റാലിൻ ചോദിച്ചു. പൊന്നല്ല ഇച്ചേ, ചിയോതി വിളക്ക്, മീനു പറഞ്ഞു. ചിയോതി വിളക്കോ? സ്റ്റാലിൻ ചോദിച്ചു. അതെന്നെ, നമ്മുടെ അജയൻ്റെ 2ാം മോഷണം ARM എന്ന് പറഞ്ഞ പടത്തിൽ നക്ഷത്രക്കല്ല് പൊട്ടി വീണത് ഒരു വിളക്കുണ്ടായില്ലേ, ചിയോതി വിളക്ക്, മീനു പറഞ്ഞു. ഓ ഉണ്ട്, സ്റ്റാലിൻ പറഞ്ഞു. അതിലെ ചിയോതി വിളക്കാണ് ഞാൻ, മീനു ഒരു ചിരിയോടെ പറഞ്ഞു. ആ, എന്നാൽ എൻ്റെ കൊച്ച് എൻ്റെ ചിയോതി വിളക്കാണ്. എന്നാലും വിളിക്കാൻ എളുപ്പം പൊന്ന എന്നല്ലേ മീനു? പക്ഷേ നീ എനിക്ക് ചിയോതി വിളക്കിനേക്കാളും വിലമതിക്കാനാവാത്ത സമ്മാനമാണ്, സ്റ്റാലിൻ പറഞ്ഞു. അതിന് മീനൊന്ന് ചിരിച്ചുകൊണ്ട് സ്റ്റാലിൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചിരുന്നു. മീനുമോളെ എന്ന് വിളിച്ചുകൊണ്ട് ധ്രുവൻ അവിടേക്ക് വന്നു. ചേട്ടാ, മീനു ധ്രുവനെ കെട്ടിപ്പിടിച്ചു. ചേട്ടൻ്റെ പൊന്ന് അമ്മയാവാൻ പോവല്ലേടാ, ധ്രുവ ഒരു ചിരിയോടെ മീനുവിൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് മീനു ചിരിച്ചുകൊണ്ട് ധ്രുവനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു. മീനൂട്ടി ഇങ്ങ് വന്നേ, ആദി വിളിച്ചു. മീനു ഓടിച്ചെന്ന് ആദിയെ കെട്ടിപ്പിടിച്ചു. ആദി മീനുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. മീനു തിരിച്ചു അവൻ്റെ കവിളിൽ ചുംബിച്ചു. ശേഷം മീനു വേദയെ കെട്ടിപ്പിടിച്ചു. വേദ അവളുടെ ആ കവിളിൽ ചുംബിച്ചു. മീനു തിരിച്ചും കൊടുത്തു. ഇതെല്ലാം നോക്കി സ്റ്റാലിൻ ചിരിച്ചു. ഇനി അവരുടെ ഈ ജീവിതത്തിലെ വരാനിരിക്കുന്ന സന്തോഷത്തിൻ്റെ മാത്രം തുടക്കം എന്ന പോലെ.